ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സോപ്പ് മേക്കിങ്ങിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ, മിന്റ് സോപ്പ്. അപ്പോൾ ആദ്യം ഞാനൊരു ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് ഈ മിന്റ് സോപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ടുള്ളത് 500 ഗ്രാമിന്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ. ഗ്ലിസറിൻ സോപ്പ് ബേസ് മിന്റ് ആണ് കേട്ടോ. മിന്റിന്റെ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റമിൻ ക്യാപ്സ്യൂളിന് പകരം ഞാൻ ഇങ്ങനത്തെ ബോട്ടിലാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ്. പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ, ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. മിന്റിന്റെ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഡോവിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്, നമ്മൾ മോൾഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു മെഷർമെന്റിന്റെ ഒരു കപ്പ് പോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അലോവേറയുടെ ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മിന്റിന്റെ സോപ്പ് ബേസിന്റെ കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അപ്പൊ ഇത് പാരബൻ ഫ്രീ, അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു മേടിക്കുന്നതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ മിന്റിന്റെ സോപ്പ് ബേസ് ആണിത്. നല്ല എന്താ പറയുക, ഗ്ലിസറിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു എണ്ണമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇങ്ങനെ എന്താ പറയാ, വലിയ പീസായി കട്ട് ചെയ്ത് ഇങ്ങനെ കുനാന്ന് ഞാൻ ആകെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ സോപ്പ് ബേസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് മേക്കിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ സോപ്പാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയതിനു ശേഷമൊക്കെയാണ് ഇനി പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും സുഖമായിട്ട് വീട്ടിലിരുന്നിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ സോപ്പുകൾ നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 500 ഗ്രാം വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കാൻ എടുത്തിട്ട് നമ്മുടെ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി മെൽറ്റായി വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ശരിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ 2.5 ml റോസ് വാട്ടർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഇതിന്റെ ടോപ്പ് എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഓൾറെഡി നമ്മൾ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ 2.5 ml വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ആണ് ക്യാപ്സ്യൂൾ അല്ല കേട്ടോ. ഞാനിപ്പോ ക്യാപ്സ്യൂൾ അല്ല മേടിച്ചിട്ടുള്ളത്, ബോട്ടിലുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. ക്യാപ്സ്യൂൾ ആണെങ്കിൽ നമുക്ക് ഒരു 3 എണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഡ്രോപ്സ് ആണെങ്കിൽ 3 ഡ്രോപ്സ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഓയിൽ ആണ്. നമുക്ക് ഇതിൽ ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും നമുക്ക് അവസാനം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് അലോവേറയുടെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് മൊത്തമായിട്ട് നമുക്കിത് ഒരു 25-30 ml ഉണ്ടാവും കേട്ടോ. നമ്മുടെ അലോവേറയുടെ ജെല്ലും എല്ലാം അതും കൂടി ഒരു 30 ml ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ഇതിന്റെ അലോവേറ ജ്യൂസും എല്ലാം അതും കൂടി എടുത്തിട്ടുള്ളത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും കേട്ടോ. അപ്പൊ നമ്മൾ മോൾഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് 3 ടൈപ്പ് മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരെണ്ണം ഇത് 90 ഗ്രാമിന്റെയും ഒരെണ്ണം 60 ഗ്രാമിന്റെയും ഒരെണ്ണം 75 ഗ്രാമിന്റെയും ആണ് കേട്ടോ. അപ്പൊ എല്ലാത്തിലും നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം
75 ഗ്രാമിന്റെ ആണെങ്കിൽ ഒരു 6 സോപ്പ് വെച്ചിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഞാനിത് പല മെഷർമെന്റിലായ കാരണം കൊണ്ട് തന്നെ നമുക്ക് എത്ര സോപ്പ് കിട്ടുന്ന ഇത് ഒഴിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. അപ്പൊ റോസാപ്പൂവിന്റെ ഞാൻ മോൾഡിൽ ഒഴിച്ചിട്ടുള്ളത് 4 പിന്നെ നമ്മളൊരു പിയേഴ്സിന്റെ ഒഴിച്ചിട്ടുണ്ട്, 2 ഹാർട്ട് ഷേപ്പിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത് 7 സോപ്പാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത് സെറ്റായിട്ട് വരിക. അപ്പൊ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തത് പിയേഴ്സിന്റെ മോൾഡിൽ നിന്നായിരുന്നു കേട്ടോ, പിന്നെ ഹാർട്ടിന്റെ മോൾഡിൽ നിന്ന് എടുത്തു. അപ്പൊ എല്ലാം അത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്കും വീട്ടിൽ സുഖമായിട്ട് ഈ മെത്തേഡിലൂടെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് യൂസ് ചെയ്യാനുള്ള സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലെ സോപ്പുകളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.